ജയ്ഷു നമ്മൾ എവിടെ പോകുന്നറിയോ? ജയ്ഷു ഇവിടെ നോക്കിട്ട് എവിടെ പോണെന്നറിയോ? ജയ്ഷുന് മുടി മൊട്ടയടിക്കാൻ പോവാ കേട്ടോ. മുടി മൊട്ടയാക്കാൻ പോവാ നമ്മള്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ജയ്ഷുന് മുടി മൊട്ടയ്ക്കാൻ വേണ്ടിയിട്ട് മേൽപ്പഴനിയിലേക്കാണ് കേട്ടോ പോകുന്നത്. കോഴിക്കോട്ടാണ് മേൽപ്പഴനി ഉള്ളത്. അങ്ങനെ അധികം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കില്ല, എന്നാലും അങ്ങനെ ഒരു സ്ഥലമുണ്ട് മേൽപ്പഴനി. നമുക്ക് പഴനിയിലേക്ക് അങ്ങോട്ടൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിപ്പിക്കാം. ഞങ്ങളിത് ഇവിടെ എത്തി. നമ്മൾ ഷീട്ടാക്കാൻ വേണ്ടി ലൈന് നിൽക്കുകയാണ്. അപ്പോൾ ജയ്ഷു ആണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മേൽപ്പഴനിയിൽ വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അമ്പലമാണ്. കാരണം കാണാൻ തന്നെ ഭയങ്കര നല്ലൊരു ഭംഗിയുമാണ്, ഭയങ്കര ഒരു പ്രത്യേക ആംബിയൻസും ആണ് അവിടെ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ മേൽപ്പഴനി. ശരിക്കും അധികം വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ അധികം ഉള്ളിലേക്കൊന്നും വീഡിയോസൊന്നും എടുക്കാനും സമ്മതിക്കുന്നുണ്ടായില്ല. അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഫോൺ എടുത്ത് വയ്ക്കും എന്ന് പറയും. എന്നാലും എനിക്ക് പറ്റുന്നിടത്തോളമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കുറേയൊക്കെ. അപ്പം ഞങ്ങൾ മൊട്ടയടിക്കാൻ വേണ്ടിയിട്ട്, മൊട്ടയടിക്കുന്ന സ്ഥലം താഴെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് പോകണം. അവിടെയാണ് മൊട്ടയടിക്കുന്ന സ്ഥലമുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. കുറേ മണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ എന്താ സംഭവം എന്നൊന്നും എനിക്കും കറക്റ്റ് അങ്ങനെ അറിയില്ല. ഞാൻ സെക്കൻഡ് ടൈമാണ്, പക്ഷെ എന്നാലും ഭയങ്കര രസമാണ് ഇവിടെ ഇങ്ങനെ വരാനും ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ. ഇത്ര പെട്ടെന്ന് ഇറക്കിയപ്പോ സ്റ്റെപ്പൊക്കെ നോക്ക്, നല്ല രസമില്ലേ കാണാൻ. നമ്മളിത് ഫൈനലി മുട്ട എടുക്കാനുള്ള സ്ഥലത്തെത്തി ഗൈസ്. താട്ടൻ്റെ മടിയിലായിരുന്നു മുട്ടയടിക്കാൻ വേണ്ടി ആദ്യം ഇരുന്നായിരുന്നത്. പക്ഷേ അവൾ ഇരുന്നില്ല. ഒന്നാമത് അവിടുന്ന് കുട്ടികളൊക്കെ കരയണ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അവൾ ആകെ പേടിച്ചു. ഓൾറെഡി അവൾക്ക് ആരെങ്കിലും കരയുന്ന കേട്ടപ്പോൾ അപ്പോൾ അവൾ കരയും. അങ്ങനെ ഒരു നാച്ചുറാണ്. അപ്പോൾ പിന്നെ അതിൽ തലയിൽ വെള്ളമൊക്കെ ആക്കിയപ്പോഴേക്കും അവൾ ആകെ പേടിച്ച്. അപ്പോഴേക്കും ഇവരെ താട്ടൻ്റെ അടുത്ത് പറഞ്ഞു നീതൻ്റെ ഇരിക്കേണ്ടി വരും. അവർക്ക് പറഞ്ഞ താട്ടം മാറി. പിന്നെ ഞാനായിരുന്നു ഇരുന്നിരുന്നത്. പിന്നെ അതല്ല, നമ്മളൊട്ടും ഇവള് ഭയങ്കരമായിട്ട് കരയുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചേ ഇല്ല. അവളെ കരച്ചിൽ കണ്ടിട്ട് നമ്മളാകെ ടെൻഷനായിപ്പോയി. കുട്ടീനെ വേറെ എന്തോ ചെയ്യാൻ കൊണ്ടുപോയ പോലെയായിരുന്നു അവളെ കരച്ചിൽ. ഭയങ്കര നമ്മൾ അയ്യോ മുട്ട അടിക്കണ്ടില്ലായിരുന്നു എന്നുള്ളൊരു ഇതായിപ്പോയി നമുക്ക് എല്ലാവർക്കും കൂടെ. ഭയങ്കര അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെയും കരയണത് ഞാൻ കാണുന്നത്. ഇതിപ്പോ പകുതി മുട്ടയാവട്ടെ. കരഞ്ഞ ഷോപ്പും എല്ലാം. വേണ്ട കേട്ടോ. ഇങ്ങനെ തുടക്കല്ലേ, തുടച്ചില്ലെങ്കിൽ അവന്റെ മേത്ത് ചോടിയൂല്ലോ കുഞ്ഞിന്. ആ ഉടുപ്പ്
അവിടെ എന്ത് ചെയ്തത്? ഒന്നും ചെയ്തില്ലല്ലോ. മുടി പൊക്കിയല്ലേ ഉള്ളൂ. വേറൊന്നുമില്ല. കഴിഞ്ഞ് പോ പൊട്ട് കിട്ടിയത് വാങ്ങിക്ക്. അങ്ങനെ മുട്ടയടിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങള് മേലേക്കിന് തിരിച്ച് കയറുകയാണ്. പഴനിയിലുള്ള അത്രയ്ക്കും സ്റ്റെപ്പ് ഒന്നും ഇല്ലെങ്കിലും ഇവിടെയും കുറച്ച് പടികളൊക്കെ ഉണ്ട് ഗൈസ്. എനിവേ അവളെ എടുത്ത് കയറുന്ന കാരണം പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കും. എങ്ങനെയാലും നമ്മൾ കഷ്ടപ്പെട്ട് കയറി ഞങ്ങൾ മേളിലെത്തി. ശൈശു അപ്പോഴേക്കും കുറേയൊക്കെ കൂളായി. ഇതാണപ്പോ നമ്മളെ മേൽപ്പഴനി. ഇട്ടിട്ട് പോകാൻ പാടില്ല. ഇത് ചൈശുവിന് ഇതാ പുതിയ മുണ്ട് കിട്ടി. നമുക്ക് മുണ്ടൊക്കെ ഉടുത്തിട്ട് പോവാലോ. ഷെഡിന് പകരം പ്രൊമസാണ് ഇട്ടിരിക്കുന്നത്. മുണ്ടിന് എത്ര കണ്ടു ഗൈസ്? മുണ്ടൊക്കെ എടുത്ത് ഞങ്ങളെ മൂടെല്ലാം മാറി. ഇപ്പം അവിടെ വരുന്ന ആളുകളെയൊക്കെ നോക്കിയിരിക്കുകയാണ് അവള്. എനിവേ കരച്ചിൽ നിർത്തി കിട്ടിയപ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം അവൾ ജനിച്ചപ്പോൾ തൊട്ട് ഇതുവരെ ആയിട്ട് നമ്മൾ ഇത്രയും അവൾ കരയുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കാണും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഷോക്കായിപ്പോയത്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കിട്ട് പെട്ടെന്ന് കണ്ണിൽ വെള്ളം വരും, അറിയാണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. ഇതുവരെ നല്ല മുട്ട അടിച്ചിട്ട് ഇത്രയും ഇങ്ങനൊരു വിഷമം ഉണ്ടാവും നമ്മൾ ഒട്ടും മനസ്സിൽ വിചാരിച്ചേ ഇല്ല. എനിവേ എന്തായാലും അത് കഴിഞ്ഞു. ഇപ്പോൾ ചൈശു ഹാപ്പി, ഞങ്ങളും ഹാപ്പി, കുഴപ്പമൊന്നും ഇല്ല. ഇതേ അവളിപ്പോൾ ഡാഡേൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കൂടെ വന്ന ഉപ്പമ്മേനെയും ഞങ്ങൾ അമ്മായിമാരൊക്കെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അവരൊക്കെ അപ്പോഴേക്ക് ചായ കുടിക്കാൻ പോയി. ഇവിടെ വെച്ച് ചായ കുടിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ പോയില്ല. കാരണം അവിടെ പോയി റെഡിയാക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാനൊന്നും പോയില്ല. ചൈശു ഇവിടെ ഫോണിൽ നോക്കി. ചൈശുവിൻ്റെ മുടി കാണുന്നുണ്ടോ നോക്കി. ഇവിടെ നോക്ക്, ഫോണിൽ നോക്കിയേ. ഇതാരാ ഫോണിൽ? ഇതാരാ? എടോ ഇവിടെ നോക്ക്. ചൈശു ഇതാരാ ഫോണിൽ നോക്കിയേ. ചൈശു മുട്ട ചൈശു. വീട്ടിലെത്തുമ്പോ കണ്ടാ മതി. അതെ, ഞങ്ങള് വീട്ടിലെത്തിയിട്ട് ഓലെ ഞെട്ടിക്കണം. പാപ്പനെയൊക്കെ ഞെട്ടിക്കണം. ചൈശു ഞങ്ങള് മുട്ടയെ കാര്യം ആർക്കറിയില്ല. പാപ്പയ്ക്ക് അറിയൂല, അച്ഛമ്മയ്ക്ക് അറിയൂല, അച്ഛച്ചന് അറിയൂല. സർപ്രൈസാ. അതുകൊണ്ട് പറഞ്ഞില്ല ഞങ്ങള്. അതെ. എവിടെ മുടി? ഇവിടെ ചൈശുവിന്റെ മുടി. മുടി പിടിച്ചെടുക്കാൻ പറ്റി. ഞങ്ങൾക്ക് നല്ല സ്റ്റൈലിഷ് ഹെയർ ബാൻഡ് വേണ്ടില്ല. മുന്നോട്ട് രാഹുലിന്റെ മുടി പോയി. ഞങ്ങൾ ഫുള്ള് ഒരു തരിപ്പിലാണ്. എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളുടെ ഈ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്